ഹേയ് ഹെരോൻ. സോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസുലിൻ ബോട്ടിലല്ലേ, ഇൻസുലിൻ ബോട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ട് കളറുകളെ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അത് വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല നോക്കുകയാണ്. സോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്താവുമെന്ന്, ബട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ശരിയാവും, നോക്കാം. ഓക്കെ, അന്നേരം ഇൻസുലിൻ ബോട്ടിൽ എടുക്കുക. ഇൻസുലിൻ ബോട്ടിൽ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേവൽ മൊത്തം ചുരണ്ടി കളയുക. അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ എല്ലാം മുക്കിയിട്ടിട്ട് അത് ചുരണ്ടി കളഞ്ഞാൽ മതി, അത് പെട്ടെന്ന് പോകാൻ നേരം. എന്നിട്ട് ഇത് ഫുൾ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ആ പശ അവിടെ തന്നെ കാണും. ആ പശ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ വല്ല പെർഫ്യൂം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാനിറ്റൈസറോ എന്തെങ്കിലും ആൽക്കഹോൾ കണ്ടന്റുള്ള സാധനം വെച്ചിട്ട് നല്ല രീതിക്ക് തുടച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല ക്ലിയർ ആക്കി കിട്ടും. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. ബോട്ടിലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ബ്രാഞ്ച്, നമ്മുടെ ആ ട്രീ ഉണ്ടാക്കുന്നതിൽ പോകാം. അന്നേരം ട്രീ ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വയറെടുക്കുക. വയറെടുത്തിട്ട് വയറിനകത്തുനിന്ന് എന്ത് ചെയ്യുക, കുറച്ച് പാട്ടെടുക്കുക. കുറച്ച് തോനെ വേണ്ട, നമുക്ക് കുറച്ച് കോയിലെടുക്കുക. കുറച്ച് കോപ്പർ കോയിലെടുത്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുക, അതിനെ പിരിച്ച് ഒരു ട്രീ ഉണ്ടാക്കി എടുക്കുന്ന പരിപാടിയാണ് അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രാഞ്ചസ് എല്ലാം ഓരോന്നോരോന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രാഞ്ചസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഏകദേശം ഒരു 6-7 ബ്രാഞ്ചസ് മാത്രം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാഞ്ചസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ബോട്ടിനകത്തുള്ള സ്പേസ് കുറയും. സ്പേസ് കുറയാതെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര കാണാനും വലിയ സുഖം കാണത്തില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിപ്പം ഈ ബോട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യണമല്ലോ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്ന സാധനത്തെ നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നിർത്തണമല്ലോ. അങ്ങനെ നിർത്താൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, തോനെ ബ്രാഞ്ചസ് ഉണ്ട്. സോ 6-7 ബ്രാഞ്ചസ് മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല നമുക്ക്. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ബ്രാഞ്ചിനും നമ്മൾ കോയിൽ ചെയ്യാൻ പോകും. ഈ കോയിൽ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇത്രയും നീളത്തിൽ നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കോയിൽ ചെയ്യണം. കോയിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു പേനയുടെ നിബ് എടുത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കോയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമ്മുടെ ആ വയറിനെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിബ് ഉപയോഗിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പം വണ്ണം കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേനയുടെ നിബ് ഉപയോഗിച്ചത്. അത് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കോയിൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം നമ്മൾ നോക്കണം. തോനെ അങ്ങ് കോയിൽ ചെയ്ത് താഴെ വരെ കൊണ്ട് വെക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ തോനെ നീളത്തിലും ഓരോ ബ്രാഞ്ച് വെക്കുകയും ചെയ്യരുത്. കാര്യം നമ്മുടെ ഉപയോഗിക്കുന്ന ബോട്ടിലിൻ്റെ ഹൈറ്റ് അനുസരിച്ച് വേണം അതിൻ്റെ അകത്തുള്ള ട്രീ സെറ്റ് ചെയ്ത് വെക്കാൻ. കാര്യം അതനുസരിച്ച് അതിൻ്റെ നീളം നോക്കി വേണം ചെയ്യാൻ. ഇപ്പം കാണാൻ ഒരു ഭംഗിയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നീളം അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം ടോപ്പിലുള്ളതിന് നീളം കൂടുതലും താഴെയുള്ള നീളം കുറവ് എന്നൊക്കെ രീതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ യുക്തി പോലെ നമുക്ക് ചെയ്യാം. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ആ ബോട്ടിലിൻ്റെ ഹോൾ ഭയങ്കര ചെറുതല്ലേ, എന്ന് വെച്ചാൽ ഇത് അകത്തോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണം. അന്നേരം ഒരു നീളത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ ബോട്ടിലായിട്ട് ഹൈറ്റൊക്കെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ബേസൊക്കെ നമുക്കൊന്ന് നോക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഹൈറ്റൊക്കെ ആദ്യം തന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ബോട്ടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ബോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്തൊരു ബോട്ടിലായിരുന്നു. ആദ്യത്തെ വട്ടം ട്രൈ ചെയ്തപ്പോൾ ഞാൻ തോനെയും ഈ ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചു. അന്നേരം അവിടെ ഫുൾ കൺജസ്റ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. പിന്നെ എന്തായാലും ഇതിൻ്റെ അടിയിലൊരു ബേസ് പോലൊരു സാധനം വെക്കണം. സോ നേരത്തെ ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടിച്ച് അതിനകത്തോട്ട് താഴോട്ട് തറയിട്ടിട്ടുണ്ട്. സോ നമ്മൾ ഈ ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ല ഒരു ബേസ് പോലൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ അത് കോയിൽ ചുരുട്ടി അതിനകത്ത് ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ഗ്ലിറ്റർ ആഡ് ചെയ്യുക. പിന്നെ മണ്ടയിൽ ഈ ഗ്ലിറ്റർ പറ്റിയതൊരു കലാപരമായ കഴിവിറക്കിയിട്ട് പാളിപ്പോയ സംഭവമാണ്. പക്ഷേ ആക്ച്വലി ഇത് കൊള്ളാം. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല വെച്ച് കൊടുത്തിട്ട് ഗ്ലിറ്റർ ഇങ്ങോട്ട് കോരിയിട്ടാൽ മതി. സോ അത് വലിയ സീനുള്ള കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാക്കിയെടുത്ത ബ്രാഞ്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക. നമ്മളിപ്പം അതിനകത്തോട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൊത്തത്തിൽ അതായത് നമ്മളിത് വെക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര നാരോറായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിനകത്ത് വെച്ചതിന് ശേഷം നമുക്കതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം നല്ല രീതിയിൽ കിട്ടും. സോ ട്രൈ നോക്കാം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്ക് ഇരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? സോ അന്നേരം നമ്മൾ ചെയ്ത സാധനം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് വലിയ സുഖമൊന്നും കാണത്തില്ല വിചാരിച്ചത്, പക്ഷേ കൊള്ളാമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട. ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.